ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള ബക്കറ്റ് ചിക്കൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി എല്ലാ പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഞാനൊരു നാരങ്ങയുടെ നീരും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4ഉം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലല്ല അരക്കുന്നത്, ഞാനിത് കല്ലിൽ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ്, ഈ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാടുകളൊക്കെ കളയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ മെൽട്ടാവുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ചിക്കനൊക്കെ. പിന്നെ ഞാൻ നല്ല വെരികയാണ് വെച്ചിരിക്കുന്നത്. ഇതാ നമ്മളെ ചിക്കൻ്റെ നെഞ്ച് ഭാഗം ഞാൻ നല്ലതായിട്ട് വെരുക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളിലൊക്കെ നമ്മൾ നല്ലോണം മസാല പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന എല്ലാ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് പുരട്ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിതാ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, മല്ലിപ്പൊടി നമ്മൾ 1 സ്പൂണേ എടുക്കാൻ പാടുള്ളൂ. കാരണം മല്ലിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കരിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിൽ റാപ്പറിൽ ചുറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇത് 2 മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഇത് സൈഡിൽ നീക്കി വെക്കാം. അപ്പോൾ ഞാനിതാ ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട് ഒരു പേരയുടെ കൊമ്പ് എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഞാൻ ഫോയിൽ പേപ്പറും ചുറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ താഴെ 2 വാഴല വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ചിക്കൻ എങ്ങാനും വെന്തിട്ട് താഴെ വീഴുകയാണെങ്കിൽ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ താഴിൻ്റെ മേലെ വെച്ചിട്ട് 2 ബാംബൂ സ്റ്റിക്ക് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ട് താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ടിന്ന് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ ടിന്ന് കൊണ്ട് ചിക്കനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മൂടി വെക്കേണ്ടത്. അപ്പോൾ ഈ ടിന്നിന് താഴെ കുറച്ച് ഹോൾസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മൈദമാവും വെള്ളം കൂടെ കൂട്ടിയിട്ട് താഴെ ഫുള്ള് ഒട്ടിച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കത്തിച്ച ആഷസൊക്കെ ഉള്ളിൽ കയറി പോകാനുള്ള നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ കണ്ടില്ല, 4 സൈഡിന് ചുറ്റിന് ഞാൻ മൈദമാവ് കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വിറകുകളൊക്കെ വെച്ച് തുടങ്ങാം. ഞാൻ എന്താ ഇപ്പോൾ ചുറ്റിനും വിറകുകളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്കിനി ഓലകളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പയ്യെ നമ്മളൊരു 3 പ്രാവശ്യമായിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. ഫസ്റ്റ് 1 പ്രാവശ്യം കത്തി കഴിഞ്ഞ് പിന്നെ വീണ്ടും ആയിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് കത്തിക്കുകയാണെങ്കിൽ ചിക്കൻ നല്ലോണം കരിയാനുള്ള സാധ്യത ഉണ്ട്.
ഇപ്പോൾ കത്തി കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ടിന്നിൻ്റെ ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിന്ന് പൊക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ അസലായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചിക്കൻ്റെ. പിന്നെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, കാലോ കൈയോ അങ്ങനത്തെ സംഭവമൊന്നും പറ്റിയിട്ടൊന്നുമില്ല, താഴെ ഒന്നും വീണിട്ടില്ല. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും നല്ല വെന്തത്. പിന്നെ ഇത് ഭയങ്കര ടൈം സേവിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ നമ്മൾ കോഴി ചുടുമ്പോഴൊക്കെ കുറേ നേരം പിടിക്കും ഇത്, പക്ഷേ ഇത് വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, നമ്മൾ സാധാ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.